everyone, my name is Harsha and welcome back. നമുക്ക് വിഷു സീരീസിന്റെ സെക്കൻഡ് വീഡിയോ ആണ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സിൽവർ അല്ലെങ്കിൽ ഓക്സിഡൈസ്ഡ് ജ്വല്ലറി ഓപ്ഷൻസ് ആണ് കാണാൻ പോകുന്നത്. സിൽവർ ജ്വല്ലറി ഒക്കെ നമുക്ക് ഏതൊരു ഡ്രസ്സിന്റെ കൂടെയും പെയർ ചെയ്യാൻ പറ്റും, അൺടിൽ ആൻഡ് അൺലെസ് അതിൽ ഗോൾഡൻ ഒന്നും ഇല്ലെങ്കിൽ. അല്ലാത്ത പക്ഷം നമുക്ക് എല്ലാ ഡ്രസ്സിൻ്റെ കൂടെയും സിൽവർ അല്ലെങ്കിൽ ഓക്സിഡൈസ്ഡ് ജ്വല്ലറി ഒക്കെ നമുക്ക് പെയർ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഒക്കെ നമുക്ക് സിൽവർ കരയുള്ള സെറ്റ് മുണ്ടും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ ആണെങ്കിലും നമുക്ക് ഒബ്വിയസ്ലി ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള സിൽവർ ജ്വല്ലറി ഒക്കെ പെയർ ചെയ്യാൻ പറ്റും. പലർക്കും ഗോൾഡൻ അങ്ങനത്തെ കളർ സൂട്ട് ചെയ്യത്തില്ല, അതുകൊണ്ടാണ് നമ്മൾ സിൽവർ ജ്വല്ലറിയുടെ ഓപ്ഷനും കൂടെ കാണിക്കുന്നത്. ഈ ജ്വല്ലറി എല്ലാം ഞാൻ കുറച്ച് ജ്വല്ലറി ഞാൻ വാങ്ങിച്ചേക്കുന്നത് ഫ്രം മീഷോ ആപ്പാണ്. ആൻഡ് കുറച്ച് ജ്വല്ലറി ഞാൻ വാങ്ങിച്ചേക്കുന്നത് ആമസോണിൽ നിന്നാണ്. നല്ല ക്വാളിറ്റി ആയിട്ടുള്ള യെറ്റ് അഫോർഡബിൾ ആയിട്ടുള്ള കുറച്ച് ജ്വല്ലറി പീസസ് ആണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. ഇപ്പോൾ ഇട്ടേക്കുന്നത് തന്നെ കണ്ടില്ല, നല്ല ഭംഗിയുള്ളൊരു ഇയറിങ്സിൻ്റെ ഒരു പെയറാണ്. അപ്പം നമുക്കെന്തായാലും നേരെ വീഡിയോ കണ്ടിട്ട് ഒരു ചോക്കർ സിംഗിൾ ആയിട്ടാണ് കേട്ടോ ഇത് വരുന്നത്. ഞാൻ ഇതിൽ കളർ വാങ്ങിച്ചേക്കുന്നത് ലൈറ്റ് ബ്ലൂ ആൻഡ് ഡാർക്ക് ബ്ലൂ ഇനാമൽ വർക്കുള്ളതാണ്. നമുക്കിതിൽ ബ്ലാക്ക് ഉണ്ടാവും, റെഡ് ഉണ്ടാവും, അങ്ങനെ മൾട്ടി കളർ ആയിട്ടുള്ളത് കിട്ടുന്നുണ്ട്. നല്ല സൂപ്പർബായിട്ടുള്ള ഒരു അടിപൊളി ഒരു ചോക്കർ പീസാണിത്. കണ്ടാൽ തന്നെ നമുക്കിങ്ങനെ കുർത്തിയുടെ കൂടെ ഒക്കെ പെയർ ചെയ്യാനാണെങ്കിലും നല്ല അടിപൊളിയായിരിക്കും. നെക്സ്റ്റ് ഇതാ ഈ ഒരു ജുംക്കിയാണ്. എൻ്റെ കയ്യിൽ ജുംക്ക, അതായത് ഇങ്ങനത്തെ പ്ലെയിൻ ജുംക്ക ഒന്നും ഉണ്ടായില്ല, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ ഒരു നല്ല ഹെവി ആയിട്ട് കുറച്ച് ഒരു ജുംക്ക വാങ്ങിച്ചേക്കുന്നത്. അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട് തോന്നിക്കും, മീൻസ് കയ്യിലെടുക്കാനും നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ. ആൻഡ് നല്ല രസമാണ് ഈ ഒരു ജുംക്ക ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ. ലൈറ്റ് പിങ്കിൻ്റെ കൂടെ ഒക്കെ ഇടാനാണെങ്കിൽ നല്ല ഭംഗിയാണ്. നെക്സ്റ്റ് ഇതാ ഇങ്ങനത്തെ ഷെൽസ് ഉള്ള ഒരു ഹൂപ്പാണ്, ഡബിൾ ഹൂപ്പാണ് വന്നേക്കുന്നത്. കുറച്ച് വലുതാണ്. പലർക്കും ഇത് മീൻസ് ചില ആൾക്കാർക്കൊക്കെ ഇത് ചേരുള്ളൂ. അപ്പം നമ്മൾ നോക്കിയിട്ട് വേണം നമ്മളിത് ഇടാനായിട്ട്. എന്നാൽ ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്, നല്ല സ്റ്റൈലിഷാണ്. നമുക്ക് മോഡേൺ ഡ്രസ്സിൻ്റെ കൂടെ, വെസ്റ്റേൺ ഡ്രസ്സിൻ്റെ കൂടെയൊക്കെ വേണമെങ്കിലും നമുക്ക് ഈ ഒരു ജ്വല്ലറി, അതായത് ഇയറിങ് പെയർ ചെയ്യാൻ പറ്റും. നല്ല രസമാണ് കേട്ടോ. ഷെൽസൊക്കെ ആയിട്ട് നല്ല സ്റ്റൈലിഷാണ് കാണാനായിട്ടും ആൻഡ് ഇടാനായിട്ടും. നെക്സ്റ്റ് ഇതാ ഈ ഒരു അഫ്ഗാനി സ്റ്റൈൽ ജുംക്ക ഇയറിങ്സ് ആണ്. ഇതും അത്യാവശ്യം നല്ല ഹെവിയാണ്, കാതിനും നല്ല ഹെവി ആയിട്ട് തോന്നിക്കുന്നുണ്ട് കേട്ടോ. ഇത് നമുക്ക് ശരിക്കും വൈറ്റ് ഡ്രസ്സിൻ്റെ കൂടെയൊക്കെ ഇടുകയാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും. ആൻഡ് അല്ലാണ്ട് നമുക്ക് എന്തെങ്കിലും സിൽവർ എന്തെങ്കിലും നമ്മൾ ബോർഡറുള്ള ഡ്രസ്സൊക്കെ ഇടുകയാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും കേട്ടോ. എനിക്ക് പേഴ്സണലി ഈ ഒരു ജുംക്ക ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഒരു സ്റ്റേറ്റ്മെൻറ്റ് പീസായിട്ടൊക്കെ നമുക്ക് വേണമെങ്കിൽ ഇടാൻ പറ്റും. കാരണം ഈ ഒരു ജുംക്ക മാത്രം മതി, വേറെ നമുക്ക് മാലയോ അങ്ങനെ ഒന്നും നെക്ക് പീസ് ഒന്നും ഇടേണ്ട ആവശ്യമൊന്നുമില്ല. അത്യാവശ്യം നല്ലൊരു സ്റ്റഡും നല്ലൊരു ജുംക്കയാണ്. അടുത്തത് ഒരു നെക്ക് പീസാണ്. ശരിക്കും ഇത് ഒരു ഞാൻ നെക്സ്റ്റ് കാണിക്കാൻ പോകുന്ന നെക്ക് പീസിൻ്റെ കൂടെ നമുക്ക് ഒരുമിച്ച് കിട്ടിയതാണ്, പക്ഷെ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് കാണിക്കുകയാണ്. നല്ല ഒരു ടെമ്പിൾ ജ്വല്ലറി സ്റ്റൈല് ആണ് നമുക്ക് വരുന്നത്. സൈഡിൽ നമുക്കിങ്ങനെ മുത്ത് പോലെയൊക്കെ കൊടുക്കുന്നുണ്ട്. നമുക്കിത് ചെറുതായിട്ടും ഇടാം, അതല്ല നമുക്കിങ്ങനെ വലുതായിട്ട് ഇടാനാണെങ്കിൽ അങ്ങനെ ഇടാം. സ്കേർട്ടിൻ്റെ കൂടെ, കുർത്തയുടെ കൂടെ, പ്ലെയിൻ കുർത്തയുടെ കൂടെ, സാരിയുടെ കൂടെ, എല്ലാത്തിനും കൂടെ നമുക്കിത് പെയർ ചെയ്യാൻ പറ്റും. ഞാനിപ്പോൾ ഇത് ലോങ് ആയിട്ടാണ് കാണിച്ചേക്കുന്നത്. ആൻഡ് ഇപ്പോൾ ഞാനിത് ഷോർട്ടായിട്ടും കാണിച്ചിട്ടുണ്ട്. നമുക്ക് ഇഷ്ടമുള്ളതുപോലെ നമുക്ക് ഇത് നീളം കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാൻ പറ്റും. ഈ ഒരു സെറ്റിൻ്റെ കൂടെയാണ് നമുക്ക് നേരത്തെ കാണിച്ചിരിക്കുന്ന മാല വന്നിരുന്നത്. അപ്പം ഇത് എന്ന് പറയുന്നത് പ്രോപ്പർ ഒരു ഗണപതിയുടെ മുഖമുള്ള ഒരു മാലയാണ്. ആൻഡ് അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഇയറിങ്സും കിട്ടുന്നുണ്ട്. ഒട്ടും വെയിറ്റ് ഇല്ലാത്തൊരു ഇയറിങ്സ് ആണ് കേട്ടോ. ഇത് ഭയങ്കര ഫാഷനബിളാണ്, അത് ഭയങ്കര ട്രെൻഡി ആയിട്ടുള്ളൊരു ജ്വല്ലറിയുടെ പീസാണിത്. പക്ഷേ പ്രോപ്പർ എന്താ പറയുക, ട്രഡീഷണൽ വെയർ ആണ്. നമുക്ക് സെറ്റ് സാരി, അങ്ങനെ ചുരിദാർ, കുർത്താസ്, അങ്ങനെ അതിൻ്റെ കൂടെയൊക്കെ ഇടുകയാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും കേട്ടോ. ഇത് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളൊരു പീസാണ്, ഒരു നെക്ക് പീസ്. ആൻഡ് അതിൻ്റെ കൂടെ തന്നെ ഒരു ഇയറിങ്സിൻ്റെ പീസും നമുക്ക് കിട്ടുന്നുണ്ട്. നല്ലൊരു ബോഹോ വൈബ് തരുന്ന ഒരു നെക്ക് പീസാണ്. ഇത് നമുക്ക് നീളം ആയിട്ടും ഇടാം ആൻഡ് ഇങ്ങനെ ഷോർട്ടായിട്ടും ഇടാം. 3 ലെയറായിട്ടാണ് നമുക്കിത് വരുന്നത്. ആൻഡ് ലാസ്റ്റത്തെ ലെയറിൽ നമുക്ക് നല്ല ഡിസൈനും കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ട്.
നല്ല ഭംഗിയാണ് ഈ ഒരു പീസ് ഇട്ട് കഴിഞ്ഞാൽ. ഒരു നെക്ക് ഫുൾ ഇങ്ങനെ മൊത്തത്തിലിങ്ങനെ നിറഞ്ഞ് നിൽക്കും എന്നുള്ളതാണ്. നമുക്ക് ഒരു പീസാണ്, ബട്ട് നമുക്ക് 3 പീസാണ് ഇട്ടേക്കുന്നതെന്നുള്ളൊരു തോന്നലും തോന്നിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ നെക്സ്റ്റ് പീസ്. അടുത്തെന്ന് പറയുന്ന ഒരു ചോക്കർ ആൻഡ് അതിൻ്റെ കൂടെ ഉള്ളൊരു ഇയറിങ്സുമാണ്. ഭയങ്കര രസമുള്ളൊരു ചോക്കർ ആൻഡ് ഇയറിങ്സിൻ്റെ പീസാണ് കേട്ടോ. സാരിയുടെ കൂടെയൊക്കെ ഇത് ഇടുകയാണെങ്കിൽ നല്ല അടിപൊളിയായിരിക്കും. താഴെ നമുക്ക് പേൾസ് വരുന്നുണ്ട് ആൻഡ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റൂബി സ്റ്റോൺസിൻ്റെ വർക്കാണ് വന്നേക്കുന്നത്. സെയിം മാച്ചിങ് ആയിട്ടുള്ള ഇയറിങ്സുമാണ് വന്നേക്കുന്നത്. ഇതും എൻ്റെ ഒരു ഫേവറേറ്റ് പീസാണ്. അടുത്തത് നമുക്ക് ഒരു ഇയറിങ്സിൻ്റെ പീസാണ്. നമ്മുടെ ജയ്പൂരിലെ പാലസിൻ്റെ ഒക്കെ വിൻഡോ ഉണ്ടാവില്ല, അതിൻ്റെ ഒരു ഷേപ്പുള്ള ഒരു ഇയറിങ് വിത്ത് ചെയിനാണ് വന്നേക്കുന്നത്. അപ്പോൾ ചെയിൻ ഉള്ളത് കാരണം നമുക്ക് ഇയറിങ്സ് ഒരുപാട് ഹെവി ആയിട്ട് തോന്നേയില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ ലാസ്റ്റ് പീസ് ഓഫ് ജ്വല്ലറി. നമ്മുടെ ജ്വല്ലറി, സിൽവർ ജ്വല്ലറി അല്ലെങ്കിൽ ഓക്സിഡൈസ്ഡ് ജ്വല്ലറി ഓപ്ഷൻസ് എന്ന് പറയുന്നത്. ഐ ഹോപ്പ് എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ ഞാൻ ലിങ്ക്സ് എല്ലാം ഡിസ്ക്രിപ്ഷൻ ബാറിൽ മെൻഷൻ ചെയ്യുന്നുണ്ട്. നിങ്ങൾ ജസ്റ്റ് എല്ലാം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ആൻഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇപ്പം തന്നെ ജസ്റ്റ് ഒന്ന് ഓർഡർ ചെയ്തേക്കൂ. അപ്പോൾ നമുക്കിനി അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവരും സ്റ്റേ ഹെൽത്തി, ഹാപ്പി ആൻഡ് ബ്ലെസ്ഡ് ആൻഡ് ലവ് യുവർ സെൽഫ്. ബൈ.